ദൈവത്തിൻ്റെ വഴി നടത്തൽ, ദൈവം നമുക്കായി തുറക്കുന്ന വാതിലുകൾ എപ്രകാരമാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ശ്രദ്ധിക്കണമേ, ദൈവത്തിൻ്റെ വിളി ഒരുവന് ലഭിച്ചു കഴിഞ്ഞാൽ, അതായത് ദൈവം നിന്നെ വിളിച്ചാൽ നിന്നോട് സംസാരിച്ചിട്ടുണ്ട്, ഉണ്ടോ ഇല്ലയോ? യെസ്, ഡെഫിനറ്റ്ലി യെസ്. നമ്മുടെ ദൈവം അതാ തൻ്റെ മക്കളോട് സംസാരിക്കുന്ന ദൈവമാണ്. തൻ്റെ മക്കളെ നീ എപ്രകാരം പോകണമെന്ന് ഗൈഡ് ലൈൻസ് തരുന്ന ദൈവമാണ്, വഴി നടത്തുന്ന ദൈവമാണ്, നിന്നെക്കുറിച്ചുള്ള പദ്ധതികളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ദൈവം. ഇത് അബ്രഹാമിൻ്റെ ദൈവത്തെ, ഇസാക്കിൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവമാണിത്. നമ്മുടെ ദൈവം, എനിക്ക് വേറെ ദൈവങ്ങളെ ഒന്നും അറിയത്തില്ല, അവരിങ്ങനെയൊക്കെ ചെയ്യുമോയെന്ന് അറിയത്തില്ല, പക്ഷെ നമ്മുടെ ദൈവം ചെയ്യും. എന്നെ വിളിച്ചപ്പോൾ ആദ്യമായിട്ട് ഞാൻ ജീസസ് മിഷൻ്റെ 1 ഡേ പ്രയറിന് ചെന്നു. ബ്രദർ എന്നെ 3 ഡേ ക്യാമ്പിലേക്ക് ക്ഷണിച്ചു. ഞങ്ങൾ 5 സഹോദരങ്ങൾ ഒരുമിച്ച് ചേർന്ന് 3 ഡേ ക്യാമ്പ് അറ്റൻഡ് ചെയ്തു. 2-3 3 ഡേ ക്യാമ്പുകൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്തപ്പോഴാണ് വചനത്തെക്കുറിച്ച് ഒരല്പമെങ്കിലും ഐഡിയ ഞങ്ങൾക്ക് ലഭിച്ചു. കാരണം വചനമായിട്ട് പരിചയമില്ല. ഇങ്ങനെ നിന്ന കാലത്ത് ആണ് എനിക്ക് കാനഡയ്ക്ക് പോകാനുള്ള എൻ്റെ സമയമായി. അപ്പം ഞങ്ങൾ 5 പേരും വിദേശയാത്രയ്ക്കുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു ചിന്ത, ദൈവത്തിൻ്റെ ഒരു സന്ദേശമാരായ ആസ്ക് ടു ഗോഡ്, ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ 5 പേരും വിദേശത്തേക്ക് പോകാനുള്ള പ്ലാനിങ്ങുമായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. ഞങ്ങൾ ധ്യാനം കൂടാൻ പോയത് തന്നെ നമ്മുടെ വിസ തുറക്കാൻ വേണ്ടി. കാര്യം കാണാനാണല്ലോ എല്ലാവരും ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുന്നത്. ഞാനും അങ്ങനെ ആദ്യം ചെന്നത്, കാര്യം കാണാൻ. എൻ്റെ കാര്യം ഇതാണ്, എൻ്റെ വിസ ഓപ്പൺ ആകണം, എൻ്റെ കാര്യങ്ങൾ സ്മൂത്ത് ആകണം. അങ്ങനെ ഒരു ഏപ്രിൽ മാസം ആണ് അന്ന് വിസ, ഏപ്രിലോ മെയ്യോ വിസ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു സമയമായിരുന്നു. ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട, എംബസിയിൽ പേപ്പർ കൊടുക്കേണ്ട സമയമാണ്. കൊടുക്കുന്നതിന് ഒരാഴ്ച മുൻപാണ് നമുക്ക് 1 ഡേ പ്രയർ വന്നത്. അപ്പോൾ ബ്രദറിനോട് ചോദിച്ചു, ബ്രദറെ ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തോട്ടെ. അപ്പോൾ ബ്രദർ പറഞ്ഞു, എടാ അപ്ലൈ ചെയ്യടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബ്രദർ ചുമ്മാ ക്യാഷ്വലായിട്ട് പറഞ്ഞു, അപ്ലൈ ചെയ്യും, ജോലി സാധ്യതയല്ലേ. അങ്ങനെയല്ല ബ്രദറെ, ദൈവത്തിൻ്റെ ഒരു ഹിതം എന്തെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുക. അതായത് ദൈവം ഇത് കൊടുക്കണോ, ഇത് ചുമ്മാ അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ പോരാ ബ്രദറെ, എൻ്റെ കൂടെ പൈസയും കൊടുക്കണം. പൈസ അങ്ങനെ ചിലവുകളുണ്ട്, അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് പ്രോസസ് ആവുള്ളൂ. അപ്പോൾ ദൈവഹിതം എപ്രകാരമാണെന്ന് ഞങ്ങളെപ്പറ്റി ഒന്ന് പറയാമോ എന്ന് ഞങ്ങൾ ചോദിച്ചു. ഒരു കാര്യം ചെയ്യ്, അടുത്ത മാസം നിങ്ങൾക്ക് വേണ്ടിയുള്ള മെസ്സേജുകൾ ഞങ്ങൾ എടുക്കാം. ഈ മെസ്സേജുകൾ നിങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാം. അടുത്ത മാസമായിരുന്നു എൻ്റെ സമയം. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ ഞാൻ ആ കാര്യത്തിലേക്ക് വരികയാണ്. ഞങ്ങൾ 5 പേർക്കും ദൈവം മെസ്സേജുകൾ എഴുതി നൽകി, പേപ്പറിലാണ് എഴുതി നൽകിയത്. അന്ന് ഒരു പേപ്പറിൽ ബ്രദർ മെസ്സേജുകൾ എഴുതി ആ മെസ്സേജ് ഒരു കവറിനകത്താക്കിയിട്ട് പേരെഴുതിയിട്ട് തരുമായിരുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇങ്ങനെ സന്ദേശങ്ങൾ മെസ്സേജ് പേപ്പറിൽ എഴുതി തന്നപ്പോൾ 5 പേരുടെയും ഭാവി ജീവിതത്തെ കാണിക്കുന്ന ഒരു റൈറ്റിംഗ്, ഒരു ദൈവിക സന്ദേശം അതിനകത്തുണ്ടായിരുന്നു. ഓരോരുത്തർക്കും എന്തൊക്കെ ദൈവം പറഞ്ഞോ അല്ലെങ്കിൽ എന്തൊക്കെ ദൈവം ഒരുക്കിയോ ആ മേഖലയിലേക്ക് തന്നെയാണ് ദൈവം ഇന്ന് ഒരു വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ നയിച്ചിരിക്കുന്നത്. പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, ഒരുവന് എപ്രകാരം മുന്നോട്ട് പോകണം എന്നുള്ളൊരു മെസ്സേജ് ദൈവം നൽകുമ്പോൾ ഈ സന്ദേശത്തെ നശിപ്പിക്കാൻ അന്ധകാര ശക്തി നിൻ്റെ പുറകെയുണ്ട്. നിൻ്റെ അനുഗ്രഹത്തെ സംബന്ധിക്കുന്ന മെസ്സേജുകൾ നിനക്ക് ലഭിച്ചാൽ അത് എങ്ങനെ നശിപ്പിക്കാം, എങ്ങനെ നിന്നിൽ നിന്ന് തട്ടിക്കളയാം എന്ന് അന്ധകാര ശക്തി അതിൻ്റെ ഒപ്പം തന്നെ പ്ലാൻ ചെയ്തു. കാരണം ദൈവം നിന്നെ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ നിന്നെ നശിപ്പിക്കാൻ നോക്കുന്ന ഒരു പദ്ധതിയുണ്ട്. പത്രോസേ, സാത്താൻ നിന്നെ പതിരുപോലെ പാറ്റാൻ ശ്രമിച്ചു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ സംഭവം സാത്താൻ പത്രോസിനെ അടിക്കുന്നത് എപ്പോഴാണ്? നിൻ്റെ കയ്യിൽ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ നിൻ്റെ മേൽ ഞാൻ തരും, നിൻ്റെ മേൽ സഭ പണിയപ്പെടും. ഈ പ്രവചനം കൊടുത്തപ്പോഴാണ് അവനെ അടിച്ചാൽ ആ പ്രവചനം പൊളിയും. അതുവരെ പത്രോസിന് അത്ര വലിയ പ്രലോഭനവും നേരിട്ടിട്ടില്ല. ഉണ്ട്,
എന്നാൽ സാത്താനെ എന്നൊക്കെ പറഞ്ഞ് പത്രോസിനെ യേശു വിളിച്ച് വഴക്ക് പറയുന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് പ്രവചനം പത്രോസിൻ്റെ മുകൾ വന്നിറങ്ങിയതും പത്രോസിനെ അടിക്കുവാൻ. എങ്ങനെ അടിക്കണ്ടേ? യൂദാസ് കറിയാത്തോടെ അതേ തരത്തിൽ കൊല്ലാനാണ് പത്രോസിനെ ശ്രമിച്ചത്. യൂദാസ് കറിയോത്തനെ 12 ഇല്ലാതാക്കിയ പോലെ തന്നെ നിന്റെ മേൽ എൻ്റെ സഭയെ പണിയും എന്നുള്ള പ്രവചനം ആരുടെ മേൽ കൊടുത്തു? അവനെ ഇല്ലാതാക്കാൻ നോക്കി. അതുപോലെ തന്നെ ഒരേ അടിയ അന്ന് രാത്രി 2 പേർക്കും കൊടുത്തത്. പക്ഷേ യേശുവിൻ്റെ പ്രാർത്ഥന അവിടെ ഉള്ളത് കൊണ്ട് പത്രോസ് യേശുവിലേക്ക് തിരിച്ചു വന്നു, മറ്റവൻ തിരിച്ചു വന്നില്ല. പോത്തിഫറിൻ്റെ വീട്ടിൽ ജോസഫിനൊരു മെസ്സേജ് ലഭിക്കുകയാണ്. ജോസഫ് വയലിൽ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ തൻ്റെ സഹോദരനോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു, എൻ്റെ കറ്റ ഉയർന്നു നിൽക്കുന്നു, ബാക്കിയുള്ള 11 കറ്റകളും എന്നെ വണങ്ങി നിൽക്കുന്നു. ജോസഫിൻ്റെ മറ്റ് 11 സഹോദരർക്കും എൻ്റെ അർത്ഥം മനസ്സിലായി, ഞങ്ങളെല്ലാം നിന്നെ തൊഴുതു നിൽക്കണോ? പിന്നെ അവന് സ്വപ്നം കണ്ടു, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ ഉണങ്ങി നിൽക്കുന്നു. ജോസഫിൻ്റെ അപ്പനായ പ്രവാചകനായ ദൈവത്തിൻ്റെ മകനായ യാക്കോബിന് ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ നിമിഷങ്ങൾ വേണ്ടി വന്നില്ല. ജോസഫ് കണ്ട സ്വപ്നം കേട്ടപ്പോൾ തന്നെ ഒരു സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും, ഞാനും അമ്മയും നിന്റെ സഹോദരങ്ങളും നിന്നെ വണങ്ങണോ? ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 37:11 വായിക്കുമ്പോഴാണ് തൻ്റെ സ്വപ്നത്തെ വ്യാഖ്യാനം ചെയ്ത യാക്കോബ് ജോസഫിൻ്റെ സ്വപ്ന ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത്. അപ്പോൾ ജോസഫിന് അന്നേ ഒരു മെസ്സേജ് വന്ന് നിൽക്കുക, നിന്നെ വണങ്ങുന്ന കറ്റകൾ, നിന്നെ നമിക്കുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും, നിന്നെ വണങ്ങുന്ന അല്ലെങ്കിൽ നിന്നെ എന്ന് പറഞ്ഞാൽ ഇവനെ വണങ്ങാന്ന് ഇവനെ എവിടെ ഉയർത്തുന്ന ഒരു മെസ്സേജ് ജോസഫിന് വന്നിരിക്കുകയാണ്. ജോസഫിന് ഈ മെസ്സേജ് വന്നതും ജോസഫിനെ അടിക്കാൻ. കാര്യം സാത്താന് മനസ്സിലായി, ജോസഫ് ഈജിപ്തിൽ ചെന്ന് വളരും, ഇവൻ വളർന്നാൽ ഇസ്രായേൽ സന്തതി അവൻ്റെ തല കീഴിൽ വളരും, അങ്ങനെ വളർന്നാൽ അബ്രഹാമിൻ്റെ സന്തതി ജോസഫിൻ്റെ കീഴിൽ പച്ച പിടിക്കും, നാളെ സാത്താൻ്റെ രാജ്യത്തിന് അടിയാണ്. അതുകൊണ്ട് ജോസഫിനെ അടിക്കാനാണ് ആദ്യം അന്ധകാരം ശ്രമിച്ചത്. ജോസഫിനെ കൊല്ലാനാണ് പ്ലാൻ ചെയ്തത്. ആണ്ട സ്വപ്നക്കാരൻ വരുന്നുണ്ട്, നമുക്കവനെ കൊല്ലാം. അപ്പോൾ ദൈവത്തിൻ്റെ സന്ദേശത്തെ പേർന്നവനെ നശിപ്പിക്കാൻ, കൊല്ലാൻ അവിടെ പ്ലാൻ ഇടുന്നത് കാണാൻ സാധിക്കും. സ്തോത്ര ഹല്ലേലൂയ. പത്രോസിൻ്റെ മേലും പ്രവചനം കിട്ടിയപ്പോൾ പത്രോസിനെ പാറ്റുക എന്ന് പറഞ്ഞാൽ അവനെ നശിപ്പിക്കുക. ശ്രദ്ധിക്കണമേ, ദൈവിക മെസ്സേജിനെ പേറുന്ന ഒരുവനാണ് നീ എങ്കിൽ നിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തെ നശിപ്പിക്കാൻ സാത്താൻ അടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ഇവിടെയെല്ലാം കൃപയാണ് നമ്മളെ നയിക്കുന്നത്. സ്തോത്ര ഹല്ലേലൂയ. അതിൻ്റെ കഴിവല്ല കേട്ടോ. പത്രോസ്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നീ പ്രാർത്ഥിച്ചതല്ല. പക്ഷേ അവിടെയും ശ്രദ്ധിക്കണമേ, ഒരു പ്രാർത്ഥന നിന്റെ ഭാഗത്തുണ്ടാകണം, ഒരു പ്രിൻസിപ്പിൾ നിന്നിൽ ഉണ്ടാകണം, ഒരു ദൈവത്തിൻ്റെ കൽപ്പനകൾ നിന്റെ കൂടെ ഉണ്ടാകണം. ഇവനെ ജോസഫ് ഒട്ടക്കിണറിൽ കിടന്ന് ജോസഫിനെ പിടിച്ചുകൊണ്ടുപോയി പോത്തിഫറിന്റെ വീട്ടിൽ ഏൽപ്പിക്കുമ്പോഴും ജോസഫ് പ്രാർത്ഥനക്കാരനാ, ജോസഫ് ദർശനം കാണുന്നവനാ, ജോസഫിന്റെ മേൽ ദൈവവിളി ഉള്ളവനാ. ശ്രദ്ധിക്കണമേ, നിങ്ങളുടെ മേൽ ദൈവവിളി ലഭിച്ചു, നിങ്ങൾക്കും ദർശനങ്ങൾ കാണുന്ന ഒരുവനായിരുന്നു, ഭാഷാപരങ്ങൾ സംസാരിക്കുന്ന ഒരുവനായിരുന്നു. ഞാൻ പലരെയും കേട്ടിട്ടുണ്ട്, പണ്ട് ഭാഷാപരം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. പണ്ട് എൻ്റെ പപ്പ ദർശനങ്ങൾ പറയായിരുന്നു, ഇപ്പോൾ ഇല്ല. പണ്ട് രോഗസൗഖ്യ വരങ്ങൾ പപ്പ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്നു. ഞാൻ അങ്ങനെ ഒരാളെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പണ്ട് വരങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. കാരണം നിന്റെ വരത്തെയുള്ള നിന്നെ അടിച്ചു. പണ്ടൊരു വ്യക്തി, ചെറുപ്പക്കാരൻ, വളരെ പ്രാർത്ഥനാ കൂട്ടായ്മയിലൊക്കെ പോകുമ്പോൾ അവന് ദർശനവരം കിട്ടി. ഒരുപാട് പേര് ഇവൻ്റെ ദർശനവരമൊക്കെ കണ്ടപ്പോൾ അവനെ വിളിച്ച് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോയി. പല പ്രാർത്ഥനാ കൂട്ടായ്മയിലും അവൻ പറഞ്ഞ ദർശനങ്ങൾ ശരിയായപ്പോൾ ആത്മീയ അഹന്ത കയറി അവൻ വലുതായി. പിന്നെ അവൻ്റെ വിചാരം അവൻ ചെന്നാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ, അവനുണ്ടെങ്കിലേ അവിടെ പ്രാർത്ഥന സക്സസ് ആവുള്ളൂ. ആത്മീയ അഹന്ത കയറി നശിച്ചുപോയി. ഇങ്ങനെ സാത്താൻ പല തന്ത്രവും നിന്റെ കൃപാവരത്തെ, നിന്റെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ നശിപ്പിക്കാൻ പല തന്ത്രവും സാത്താൻ ഇടും. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്
നീ ദൈവത്തിൻ്റെ പ്രിൻസിപ്പിളിൻ്റെ കീഴിൽ എളിമപ്പെടുക എന്നുള്ളതാണ്. എത്ര വലിയ അനുഗ്രഹങ്ങളോ എത്ര വലിയ മെസ്സേജോ എത്ര വലിയ വരപ്രാപ്തിയോ ലഭിച്ചാലും നീ എപ്പോഴും ദൈവത്തിൻ്റെ കൃപയുടെ കീഴിൽ എളിമയോടെ നിൽക്കണം. വലിയ മെസ്സേജാണ് നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ നീ വലുതായിട്ട് പേടിക്കണം. വലിയ മെസ്സേജ് നിന്നെ വിടേൻ്റെ മെസ്സേജ് നിനക്ക് വന്നിട്ടുണ്ടെങ്കിൽ നീ പേടിച്ചോണം. പത്രോസിനെ പാറ്റാൻ ശ്രമിച്ച അതേ അടിക്കാൻ നിൽക്കുന്നവൻ ഒരുവൻ അവിടെ നിൽപ്പുണ്ട്. നീ എപ്പോഴേ കൃപയ്ക്ക് നീ കീഴടങ്ങിക്കോണം. ജോസഫിൻ്റെ മേൽ വന്നു നിന്ന ഇന്ന് ജോസഫിനെ കുറിച്ച് പറയാൻ ദൈവം ഇങ്ങനെ ബോധിപ്പിക്കുക. ജോസഫിനെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കണമേ. ജോസഫ് ആയിരുന്ന കാലഘട്ടത്തിൽ 10 കമാൻഡ്മെന്റ്സ് നൽകിയിട്ടുണ്ടോ ഇല്ലയോ? അന്ന് മനസാക്ഷി യുഗമാണ്, ന്യായപ്രമാണ യുഗമല്ല. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കളുടെ വഴി നടത്തിയ മോശയിൽ നിന്നാണ് സീനായ് മലയിൽ നിന്ന് ന്യായപ്രമാണം കിട്ടിയത്. അതുവരെ ന്യായപ്രമാണം കിട്ടിയിട്ടില്ല. വ്യഭിചാരം ചേർന്നുള്ള കൽപ്പന ജോസഫിന് എങ്ങനെ അറിയാം? അന്ന് ന്യായപ്രമാണത്തിൻ്റെ കാലഘട്ടമല്ലല്ലോ. ജോസഫിന് എങ്ങനെ അറിയാം? കൽപ്പന 10 കൽപ്പന ദൈവം കൊടുക്കുന്ന അതേ കൽപ്പന, നീ വ്യഭിചാരം ചെയ്യരുത് എന്ന് ജോസഫിന് എങ്ങനെ അറിയാം? അന്ന് ന്യായപ്രമാണത്തിൻ്റെ കാലഘട്ടമല്ല, ന്യായപ്രമാണം ഇല്ല. പിന്നെ ജോസഫിന് എങ്ങനെ അറിയാം തനിക്കത് പാടില്ല എന്ന്? പോത്തിഫറിൻ്റെ ഭവനത്തിൽ കിടന്ന ജോസഫ് പറയുന്നുണ്ട്, ഞാൻ ദൈവത്തെ, എനിക്ക് ഈ ഭവനത്തിൽ എല്ലാ അധികാരവും എനിക്ക് തന്നിട്ടുണ്ട്. പോത്തിഫറിൻ്റെ ഭാര്യ, നിന്റെ മേൽ ഒഴികെ എനിക്ക് എല്ലാ അധികാരം, പക്ഷെ ദൈവത്തോട് ഞാൻ എങ്ങനെ തിന്മ ചെയ്യും? ഇതാ ജോസഫ് ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ അതിൻ്റെ അർത്ഥം കൽപ്പനകൾ, പ്രമാണങ്ങൾ ഓർഡറായിട്ട് സീനായ് മല കിട്ടിയ പോലെ അന്നത്തെ കാലത്ത് ന്യായപ്രമാണങ്ങളില്ല. പക്ഷേ ന്യായപ്രമാണം ഇല്ലാതെ ഇരിക്കുകയും വ്യഭിചാരം പാപമാണെന്ന് ജോസഫിന് എപ്രകാരം മനസ്സിലായെന്നാണ് ചോദ്യം. ഇതാണ് ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തിൻ്റെ പ്രിൻസിപ്പിളിനെ തൻ്റെ പിതാവിൽ നിന്ന് ശ്രവിച്ച ജോസഫ്. തൻ്റെ അപ്പനായ യാക്കോബിൽ നിന്ന് യാഹ്വേനെ കുറിച്ച് അറിഞ്ഞ ജോസഫ് എന്ത് കേട്ടോ ദൈവത്തിൽ ഉറച്ചു നിന്നു. അവൻ്റെ ചേട്ടനിയന്മാർക്ക് ആ പ്രിൻസിപ്പിൾ ഇല്ല, പക്ഷെ ജോസഫ് ആ വചനത്തെ അനുസരിച്ചു. അതുകൊണ്ട് ദൈവം നോക്കിയപ്പോൾ 12 പേരിൽ ജോസഫാണ് വചനത്തെ അനുസരിക്കുന്നവൻ. അതുകൊണ്ട് ജോസഫിന്റെ മേല പ്രവചനം വന്നു ചേരുകയാ. വചനത്തെ അനുസരിക്കുന്നതിന്റെ മേൽ പ്രവചനം വന്നു ചേരും. എന്തുകൊണ്ട് ജോസഫിനെ തെരഞ്ഞെടുത്തത്? ജോസഫിനെ അയക്കുമ്പോൾ അവൻ ചെന്ന് നോക്കുമ്പോൾ തന്റെ 11 ചേട്ടന്മാരുടെ കുറവുകളാണ് അവൻ കാണുന്നത്. അവന് കുറവുകൾ അപ്പൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ ജോസഫിനെ ഈ 11 പേരും ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ജോസഫിനെ പറ്റി പഠിക്കുമ്പോൾ താൻ അപ്പൽ നിന്ന് കേട്ട കർത്താവിൻ്റെ പ്രിൻസിപ്പിളിനെ അനുസരിക്കുന്ന ജോസഫിനെ കാണാൻ സാധിക്കും. അപ്പം നമുക്ക് മനസ്സിലാവും ദൈവം എന്തിനാ ജോസഫിനെ മാത്രം തിരഞ്ഞെടുത്തതെന്ന്. കാരണം അവനിൽ മാത്രമേ പ്രിൻസിപ്പിളുള്ളൂ. പോത്തിഫറിന്റെ വീട്ടിൽ ജോസഫെ, നിന്റെ വിളിയെ എടുക്കാനാണ് പോത്തിഫറിന്റെ ഭാര്യ വന്നേക്കുന്നത്. സാത്താൻ അയച്ചതാ. ഹവ്വയുടെ കയ്യിൽ കൊണ്ടുകൊടുത്ത ഫ്രൂട്ട് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ആ ടെംപ്റ്റേഷൻ ഫ്രൂട്ട്, അതുപോലെ തന്നെയാണ് ജോസഫെ നിന്റെ വിളിയെ തകർക്കാൻ പോത്തിഫറിന്റെ ഭാര്യ അയച്ചത് സാത്താനാണ്. പക്ഷെ അവിടെയാണ് പ്രിൻസിപ്പിൾ അവനെ രക്ഷിച്ചത്. ന്യായപ്രമാണം ഇല്ലാതിരിക്കെ നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 5:13 വായിക്കാം. The book of Romans chapter 5 verse 13. നിയമം നൽകപ്പെടുന്നതിന് മുമ്പ് തന്നെ പാപം ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല. ആദത്തിന്റെ പാപത്തിന് സദൃശമായ പാപം ചെയ്യാതിരുന്നവരുടെ മേൽ പോലും ആദത്തിന്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി. ആദം വരാനിരുന്നവന്റെ പ്രതിരൂപമാണ്. എന്നാൽ പാപം പോലെയല്ല കൃപാദാനം. ഒരു മനുഷ്യന്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യന്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. 5:13 ഒന്നും കൂടെ വായിക്കാം. റോമർ 5:13. നിയമം നൽകപ്പെടുന്നതിന് മുമ്പ് തന്നെ, നിയമം ലഭിക്കുന്നതിന് മുൻപ് തന്നെ പാപം ലോകത്തിലുണ്ടായിരുന്നു. പാപം ലോകത്തിലുണ്ട്. സീനായ് മലയിൽ ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുൻപേ പാപം ലോകത്തുണ്ട്. കയീൻ ഹാബേലിനെ കൊല്ലുമ്പോൾ നീ കൊല ചെയ്യരുത് എന്നുള്ള നിയമം വിത്തിൻ ഉണ്ട്. നിനക്ക് നിയമത്തെക്കുറിച്ച് അറിവില്ലെങ്കിലും നിയമമാണ്. കയീൻ ഹാബേലിനെ കൊല്ലുമ്പോൾ നിന്റെ സഹോദര രക്തം നിനക്കെതിരെ നിലവിളിക്കുന്നത്, അത് അവിടെ ക്രൈം തന്നെയാണ്, അത് കൊലയാണ്, അത് പാപം തന്നെയാണ്. അപ്പോൾ പാപം എന്ന ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾ
ദൈവത്തിൻ്റെ മനസാക്ഷിയിൽ അന്നും തിന്മ എന്തെന്നും നന്മ എന്തെന്നും മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ഒരുവന് വെളിപ്പെട്ടിരുന്നു. ജോസഫിനറിയാം അഡൽട്ടറി ഈസ് എ സിൻ. ആ സിൻ ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റുന്നതാണ് എന്ന് ജോസഫിനറിയാം. നമുക്കൊന്ന് ഉൽപ്പത്തി 39:9 വായിക്കാമോ? എല്ലാം അവൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, എന്നേക്കാൾ വലിയവനായി ആരും ഈ ഭവനത്തിലില്ല. എൻ്റെ മേൽനോട്ടത്തിൽ നിന്ന് നിങ്ങളെയല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല. അത് നിങ്ങൾ അവൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ്. ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക? ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ചിട്ട് പോത്തിഫറിന്റെ എതിരെ അല്ല, പോത്തിഫറിന്റെ ഭാര്യക്കെതിരെ അല്ല, ദൈവത്തിനെതിരെ പാപം ചെയ്യുക? കണ്ടോ, അവിടെ ദൈവത്തിന്റെ നിയമത്തെ ഓർക്കുന്ന ജോസഫിനെ കണ്ടോ? ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്തത്? അപ്പൊ അവൻ എങ്ങനെയാ പ്രിൻസിപ്പിൾ അറിയാം? അഡൽട്ടറി എന്ന സിന്നെ പറ്റി അവനെ അറിയും. അവൻ്റെ പിതാവായ യാക്കോബിൽ നിന്ന് ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ അവൻ അറിഞ്ഞത് കൊണ്ടാണ്. നിന്റെ മനസ്സാക്ഷിയോട് സംസാരിക്കുന്ന ദൈവം ഈ അബ്രഹാമിനോട്, ഇസാക്കിനോട്, യാക്കോബിനോട് സംസാരിച്ചു, ഞാൻ നിന്റെ ദൈവമായ യാഹോവയാണ്. ഹല്ലേലൂയ. അവനും തൻ്റെ പിതാവിൽ നിന്ന് പകർന്നു കിട്ടിയ യഹോവയുടെ പ്രിൻസിപ്പിൾ 11 പേരിൽ ഒരുത്തൻ മാത്രമേ അനുസരിക്കുന്നുണ്ടെന്നുള്ളത്, അത് ജോസഫാണ്. പ്രിൻസിപ്പിൾ അനുസരിക്കുന്ന ജോസഫെ, നിന്റെ മേലാണ് ദർശനം വന്നിരിക്കുന്നത്. 11 കറ്റവും നിന്നെ നമിക്കും, സൂര്യനും ചന്ദ്രനും നക്ഷത്രവും നിന്നെ നമിക്കും. പ്രിൻസിപ്പിൾ അനുസരിക്കുന്നതിന്റെ മേലാണ് മെസ്സേജുകൾ. ഒന്ന് ആലോചിച്ചേ, നിങ്ങൾക്ക് എപ്പോഴും മെസ്സേജുകൾ ലഭിച്ചത്? when you came to God. നിങ്ങൾ ദൈവത്തിൽ വന്നപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് സന്ദേശം ലഭിച്ചത്. അല്ലെങ്കിൽ അല്ലാത്തൊരു സന്ദേശം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൽ വരാനും വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് സന്ദേശം ലഭിച്ചത്. സന്ദേശം ലഭിക്കുക ദൈവഭവനത്തിന്റെ ഗിഫ്റ്റുകളാണ്. സന്ദേശം is only for those who people living in the kingdom of God. മെസ്സേജുകൾ ആർക്കുള്ളത്? ദൈവരാജ്യത്തിൽ പ്രവേശിച്ചവർക്ക് മാത്രമാണുള്ള ഒന്നാണ്. ദൈവത്തിന്റെ മക്കൾക്കുള്ള സമ്മാനമാണത് ദൈവത്തിന്റെ സംസാരം. ജോസഫ് ദൈവരാജ്യത്തിൽ ജീവിക്കുന്നുണ്ട്, അവന് മാത്രമേ മെസ്സേജുകളുള്ളൂ. അവന്റെ മെസ്സേജില്ല. സഹോദരങ്ങൾ, അയലോകക്കാരിൽ അസൂയപ്പെടുന്നത് സ്വപ്നക്കാരൻ വരുന്നു. എടാ, അത് നിന്റെ കഴിവുകേടാണ്. നിനക്ക് സ്വപ്ന ദർശനമില്ലാത്തത്, സ്വപ്ന വ്യാഖ്യാനമില്ലാത്തത് നിന്റെ കഴിവുകേടാ. പക്ഷെ ജോസഫിന് കഴിവ് കൊടുത്ത ദൈവം, കാരണം അവൻ ദൈവത്തോടു കൂടെ ജീവിക്കുക. സ്തോത്ര, ഹല്ലേലൂയ. നിങ്ങളൊന്ന് ഏറ്റെടുത്ത് ഇന്ന് രാത്രി ദൈവത്തോടു കൂടെ ജീവിക്കുന്നവർക്ക് ദൈവം സംസാരിക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തെ ഏറ്റെടുത്തവരോട് ദൈവം നയിക്കട്ടെ. വഴി നടത്തുന്നവർ അവൻ്റെ മേൽ ഇറങ്ങി വരട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞവർ പ്രാർത്ഥിച്ചോട്ടെ. നിന്നെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. അടുത്തതൊന്നും കൂടെ പറയട്ടെ. പോത്തിഫറിന്റെ വീട്ടിൽ ടെംപ്റ്റേഷനായിട്ട് കടന്നു വന്ന പോത്തിഫറിന്റെ ഭാര്യ അന്ധകാരക്കെട്ട് നിന്റെ വിളിയെ നശിപ്പിക്കാനാണ്. ഇന്ന് അതുപോലെ പലരുടെയും വിളിയെ നശിപ്പിക്കാൻ ടെംപ്റ്റേഷനുകൾ പല രീതിയിൽ വരും. നിന്റെ വിളിയെ നശിപ്പിക്കാൻ പ്രലോഭനം പല രീതിയിൽ വരും. തടസ്സങ്ങൾ മുൻപിൽ വരുമ്പോൾ ഭയപ്പെടരുത്. അയ്യോ, ദൈവത്തിൽ ഞാൻ വിശ്വസിച്ചിറങ്ങിയിട്ടും കഷ്ടതയാണോ? അല്ല. നിങ്ങളൊന്ന് ചരിത്രം പരിശോധിച്ച് എവിടെയൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടോ അവിടെയാണ് ദൈവഭക്തർ വളർന്നിട്ടുള്ളത്. തടസ്സങ്ങളെ ചവിട്ടിയാണ് അവൻ മോളിക്കയറേണ്ടത്. ചെങ്കടലിനുള്ളിൽ തടസ്സമാണ്, ചെങ്കടലെ അടിച്ചു പിളർത്തുന്നത് ദൈവമാണ്. മാറ ഒരു തടസ്സമാണ്, അടിച്ച് വെള്ളം വരുത്തുന്ന ഒരു ദൈവമാണ്. ജോർദാൻ ഒരു തടസ്സമാണ്, അടിച്ച് അതിനെ പിളർത്തുന്ന ഒരു ദൈവമാണ്. എരിഹോ ഒരു തടസ്സമാണ്, ദൈവനാമത്തിൽ തകർക്കുന്ന ഒരു വിജയമാണ്. എവിടെ തടസ്സം വരുന്നോ ദൈവനാമത്തിൽ വിടുവിക്കണം. ഹല്ലേലൂയ. ഇതാണ് തടസ്സങ്ങളെ കാണേണ്ടത്. ഈ യോസഫും ഈ തടസ്സത്തെ അങ്ങനെ നേരിട്ടത്. എൻ്റെ ദൈവം വഴി നടത്തും. കഷ്ടത മുൻപിൽ വന്നപ്പോഴും പ്രയാസങ്ങൾ വന്നപ്പോഴും വീണ്ടും കാരാഗ്രഹത്തിൽ കിടന്നു. എത്ര വർഷമാണ് ജോസഫ് കാരാഗ്രഹത്തിൽ കിടന്ന് അറിയാവോ? 11 വർഷം കാരാഗ്രഹത്തിൽ കിടന്നു. ജോസഫിന് മെസ്സേജ് കിട്ടിയതിന് ശേഷം 13ാമത്തെ വർഷമാണ് ദൈവത്തിന്റെ വിടുതൽ അവന്റെ മേൽ വരുന്നത്. ഒരു മെസ്സേജ്, ദൈവത്തിന്റെ പ്രവാചകന്റെ പ്രവചന ശബ്ദം, പ്രവചന വരം, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ജോസഫിന്റെ പോൽ നിൽക്കുമ്പോഴും 13 വർഷത്തെ പൊട്ടക്കിണർ, കാരാഗ്രഹം, അടിമത്ത, ശാസന, പീഡന, കഷ്ടത 13 വർഷം അവൻ അനുഭവിച്ചു. 17 വയസ്സുള്ള ജോസഫിൽ നിന്ന് പിന്നെ കാണുന്നത് 30 വയസ്സിൽ അവൻ സെക്കൻഡ് ടു ഫറവോയാകുന്നതാണ്. ദൈവത്തിന്റെ ഒരു വിളി വന്നാൽ 13 വർഷത്തെ കഷ്ടത്തിലൂടെ നടന്ന ശേഷമാണ് അവൻ സെക്കൻഡ് ഫറവോ ആയത്. ഹല്ലേലൂയ. പക്ഷെ നിനക്ക് വിളിച്ചിരിക്കുന്ന വിളി നിന്റെ മേൽ വന്നു ചേർന്നിരിക്കും. നീ ദൈവത്തെ ഫോളോ ചെയ്യുന്നെങ്കിൽ,
നിന്നെ മേൽ വരുന്ന വിളി നിന്നെ തെരഞ്ഞെടുത്തിരിക്കും. ഹല്ലേലൂയ. പിന്നീട് നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ സന്ദേശങ്ങളെ നൽകാൻ നിയുക്തനാക്കപ്പെട്ട ഇസ്രായേലിൽ നിൽക്കുന്ന, ഈജിപ്തിൽ നിൽക്കുന്ന ജോസഫിനെ കാണുന്നത്. സൂര്യനും ചന്ദ്രനും വണങ്ങിയ പോലെ യാക്കോബ് വന്നു, അവൻ്റെ മുമ്പിൽ പോയി വണങ്ങി. 70 പേര് അവിടെ നിന്ന് ഇസ്രായേലിൽ നിന്ന് വന്ന് ജോസഫിൻ്റെ മുമ്പിൽ വണങ്ങി താന്ന് നിന്നു. സർവ്വ ഇസ്രായേലിലും അവനിൽ ആശ്രയിച്ചു. ഈജിപ്റ്റ് മുഴുവൻ ജോസഫിൽ ആശ്രയിച്ചു. യെസ്, നീ വിളിയെ കിട്ടിയ ശേഷം ആ വിളിയെ നഷ്ടപ്പെടുത്താതെ നീ കാത്തു സൂക്ഷിച്ചതിന്റെ ഗിഫ്റ്റാ ജോസഫേ നിനക്ക് കിട്ടിയത്. ഇവിടെ നിങ്ങൾക്ക് ലഭിച്ച മെസ്സേജ്, വിളി, സന്ദേശങ്ങളെ നീ നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ചെങ്കിൽ, ടെംപ്റ്റേഷനിൽ വീഴാതെ നീ വഴി നിർത്തപ്പെട്ടെങ്കിൽ, ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ നീ ആശ്രയിച്ചെങ്കിൽ, നിനക്കുള്ള ഗിഫ്റ്റാണ് ദൈവത്തിന്റെ അനുഗ്രഹം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് തങ്ങളുടെ വിളിയെ ഏറ്റെടുക്കാൻ സാധിക്കും? നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശത്തെ എത്ര പേർക്ക് ഏറ്റെടുക്കാൻ സാധിക്കും? യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നെ വിളിച്ച അവിടുത്തെ വിളിയെ ഞാനിന്ന് ധ്യാനിക്കുകയാണ്. നിന്നത് ഞാൻ അവിടുത്തെ കൃപയിലാണ്, ഏറ്റെടുക്കുന്നു. പക്ഷെ അവിടുത്തെ പ്രിൻസിപ്പിളിൽ ആശ്രയിക്കുക എന്നുള്ളത് ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. ഞാൻ ചെയ്യേണ്ടതുമുണ്ട്, കൃപ നടത്തേണ്ടതുമുണ്ട്. പ്രിൻസിപ്പിളിൽ ആശ്രയിക്കുക എന്നുള്ളത് ഞാൻ ചെയ്യേണ്ട, എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ കൊടുക്കേണ്ട കടമയാണ്. ജോസഫ് പറഞ്ഞു, ദൈവത്തോട് ഞാൻ എങ്ങനെ തിന്മ ചെയ്യും? ആ പാപത്തെ, അഡൽട്ടറി എന്ന നരകപാപത്തെ, വ്യഭിചാരാസക്തിയിൽ നിന്ന് ഓടിയകന്ന ജോസഫ് അവൻ്റെ ഹൃദയത്തിലുള്ള ദൈവത്തിൻ്റെ ഭയത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ദൈവഭയം, ദൈവത്തിൻ്റെ നിയന്ത്രണം, അത് തന്നെ നിന്ന് പോകാതെ കാത്തു സൂക്ഷിക്കുന്ന ദൈവം. ഓ ജോസഫ്, ദൈവത്തിന് വഴി നടത്താൻ തന്നെ നിന്ന് അകലാതെ കാത്തു സൂക്ഷിക്കുന്ന ജോസഫ്. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സംസാരം, ദൈവത്തിൻ്റെ ഇടപെടൽ തൻ്റെ ജീവിതത്തിൽ അകന്നു പോകരുത് അനുദിനം പ്രാർത്ഥിക്കുന്ന ജോസഫിനെ കാണാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങളുടെ വിളിയെ നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ മേൽ ദൈവം നൽകിയ സന്ദേശത്തെ, പ്രവചനത്തെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്നുണ്ടോ? അതിനെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നീ നടത്തപ്പെടുന്ന കൃപയിലാണ്. അല്ല, നിന്നെ അടിക്കാൻ കാത്തിരിക്കുന്ന ഒരു അന്ധകാര കെട്ടലിനെ അതിജീവിക്കുവാൻ ദൈവിക പ്രിൻസിപ്പിൾ നിന്റെ ജീവിതത്തിൽ രാത്രി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.